നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച മുതൽ കേരളത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെ പൊതുവായി തന്നെ ഈ മാറ്റം ബാധിക്കും. അത് ഈ സാധാരണക്കാരൻ്റെ പോക്കറ്റ് കീറുന്ന നീക്കം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാവുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതിനാൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി പൊതുമേഖലാ എണ്ണ കമ്പനികൾ. മെയ് 15 ശേഷം പെട്രോൾ ഡീസൽ വിലയിൽ വർധനവുണ്ടായേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാർഹിക LPG സിലിണ്ടർ വിലയിലും വർധന ഉണ്ടായേക്കും. വർധനവ് അംഗീകരിക്കപ്പെട്ടാൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് ഏകദേശം 4 മുതൽ 5 രൂപ വരെ ഉയർന്നേക്കാം. വർധന ഉണ്ടായാൽ ഏകദേശം 4 വർഷത്തിന് ശേഷമാകും ഈ മാറ്റം ഉണ്ടാവുക. 2022 മുതൽ ചില്ലറ വിൽപ്പന നിരക്കുകൾ വലിയ തോതിൽ മരവിപ്പിച്ചേക്കും എന്നാണ് നീക്കം. ഇന്ധന വിലയിൽ മാറ്റം വരുത്തിയിരുന്നുമില്ല. ആവശ്യക്കാർ ഏറെയുള്ള ഗാർഹിക സിലിണ്ടർ വിലയിൽ 40 മുതൽ 50 രൂപയുടെ വർധനവ് ഉണ്ടായേക്കും. വാണിജ്യ സിലിണ്ടറിന് 993 രൂപ വർദ്ധിപ്പിച്ചതിന്റെ ആഘാതം തുടരുന്നതിനിടയിൽ ഗാർഹിക സിലിണ്ടർ വിലയിൽ വർധനവ് ഉണ്ടായേക്കാൻ നീക്കമുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഗാർഹിക സിലിണ്ടർ വിലയിൽ വർധന ഉണ്ടായാൽ പ്രതിസന്ധി കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ പ്രതിമാസം ഏകദേശം 30,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം നേരിടുന്നുണ്ടെന്നാണ് എണ്ണ കമ്പനികൾ വ്യക്തമാക്കുന്നത്. ഈ സാമ്പത്തിക നഷ്ടം നേരിടുന്നതിനായി പെട്രോൾ ഡീസൽ വിലകൾ വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് കമ്പനികളുടെ നിലപാട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് ഏകദേശം $70 നിന്ന് $126 ഉയർന്നതാണ് തിരിച്ചടിയായത് എന്ന് കമ്പനികൾ അവകാശപ്പെടുകയാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം സാഹചര്യം എണ്ണയുടെ വരവിനെ ബാധിച്ചു. ഇതോടെ ആഗോള വിപണിയിൽ പോലും പ്രതിസന്ധി രൂക്ഷമായെന്ന് കമ്പനികൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇന്ധനവില പരിഷ്കരണത്തിന്റെ സമയവും വ്യാപ്തിയും സംബന്ധിച്ച് ഒന്നിലധികം ഓപ്ഷനുകൾ വിലയിരുത്തുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. എണ്ണ കമ്പനികളിലെ സമ്മർദ്ദം നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ വർധനവുണ്ടായാൽ ചരക്കു നീക്കത്തിനടക്കം ചെലവ് ഉയരും. ഇതിനോടൊപ്പം രാജ്യത്ത് അവശ്യ വസ്തുക്കളുടെ വിലയിൽ വർധനവിന് കാരണമാകും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ചെലവും ഉയരും. പശ്ചിമേഷ്യൻ സംഘർഷം ബാധിച്ചതോടുകൂടി പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യ ആഭ്യന്തര LPG ഉൽപാദനം പ്രതിദിനം 36,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണായി ഉയർത്തിയിരുന്നു. പിന്നാലെ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കുറയ്ക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉയർന്നത്. എന്തായാലും 15-ാം തീയതി മുതൽ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ബഡ്ജറ്റ് സാധാരണക്കാരുടെ ബഡ്ജറ്റ് തന്നെ താളം തെറ്റുന്ന ഒരു സാഹചര്യമാണ്. ഓർക്കേണ്ടത് വിലയിൽ കൂടുന്നുണ്ട്, പക്ഷേ ശമ്പളത്തിലുള്ള ആ ഒരു സ്കെയിലിൽ മാത്രം കൂടുതൽ കുറവുകൾ ഒന്നും കൂടുന്നില്ല എന്നുള്ളതാണ് ഇടത്തരക്കാരുടെ പ്രധാന പ്രശ്നം.